പക്ഷേ നോർമൽ ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം, നിങ്ങൾക്ക് പോകാം, തിരിച്ച് ദുബായിക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് പോകുന്നതിന് മുന്നേ ഞാൻ ഇവളോട് പറഞ്ഞു, ഇല്ല എനിക്ക് കൃപാസനം പോകണം, നമുക്ക് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, അതിനുശേഷം നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എല്ലാവരും വഴക്ക് പറഞ്ഞു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കാരണം ഈവൻ ഞാൻ എയർപോർട്ടിൽ പോയാൽ വരെ തൈറോയിഡ് പേഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും. നമ്മൾ റേഡിയേഷൻ എയർപോർട്ടിൽ വരെ നമ്മളെ സ്കാൻ ചെയ്ത് പിടിച്ച് നിർത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പെട്ടെന്ന് കൃപാസനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഞാൻ ലീവ് കമ്പനിയിൽ എക്സ്ട്രാ ചോദിച്ചു. ഓക്കെ, അവർ കമ്പനി എനിക്ക് സാങ്ഷൻ ചെയ്ത് തന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. എല്ലാം കംപ്ലീറ്റ്ലി റിക്കവറായതിന് ശേഷം ഞാൻ ഇവിടെ വന്നു ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എത്തുമ്പോൾ ലേറ്റായി. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇനി ഞാൻ അഹങ്കാരിയാവല്ല്, ഇനി എനിക്ക് നിത്യതയിൽ ജീവിക്കാൻ പറ്റണം. അടുത്ത തവണ എനിക്ക് വരുമ്പം എൻ്റെ ഉടമ്പടി എടുക്കാൻ യോഗ്യനാക്കി തരണം.